അങ്ങനെ രാവിലെ നല്ല വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ നല്ലോണം ഉണ്ട്. അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ അവർ ബൊഫെ അല്ല ചെയ്തത്, നമുക്ക് കൊണ്ടുതരാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ഷുഗർ ക്യാൻഡി പോലെയാണ്. സോ ഇവിടുത്തെ മെയിനായിട്ടുള്ള ബ്രെഡ് തന്നെ വന്നിട്ടുണ്ട്. ആദ്യം നല്ല തുളിപ്പാണിത്. തുളിപ്പ് നോനെ കണ്ടു. ഗുഡ് മോർണിംഗ് പറ. ഇവിടെ കുറച്ച് സെറ്റപ്പ് വേറെ കേട്ടോ. ബാക്കു ഹോട്ടലിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗബാലയിലെ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. അതുപോലെ വെറൈറ്റി ഓഫ് ചീസുകളും പിന്നെ നമുക്ക് പറഞ്ഞപ്പോൾ തന്നെ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി തന്നു. നല്ല ടേസ്റ്റും ഉണ്ട്. സോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇത് ഞങ്ങളുടെ ഗബാലയിൽ ലാസ്റ്റ് ഡേ ആണ്. സോ ഞങ്ങളിന്ന് പോകുന്നത് ഗബാല തുഫ്ദാങ്ങിലോട്ടാണ്. അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ മെയിനായിട്ട് നമ്മൾ നോക്കുന്ന കേബിൾ കാറാണ്. നമ്മൾ ഷഹദാഗിൽ നമ്മൾ കേബിൾ കാർ ചെയ്തില്ല. ഇവിടെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കേബിൾ കാറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാം. സോ നമുക്ക് ഗബാലയിലെ തുഫ്ദാങ്ങിലോട്ട് പോകാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഹോട്ടല്. വേ ഗോയിങ് ആണോ? ഓക്കെ. ഗബാലയിൽ നിങ്ങൾ 1 ഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നേരെ തുഫ്ദാങ്ങിലേക്ക് പോകേണ്ടതാണ് ഏറ്റവും അടിപൊളി. അവിടെ തന്നെ 1 ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കേബിൾ കാർ ചെയ്യാൻ പോവാണല്ലേ. കേബിൾ കാർ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പോവാണ്. സോ നമുക്ക് അവിടേക്ക് പോവാം. ഇന്ന് ഭാഗ്യത്തിന് നല്ല സണ്ണിയാണ്. സോ ഭയങ്കര ഭാഗ്യമുണ്ട്. താങ്ക് യു. അവിടെ 4 സ്റ്റേഷൻസ് ഉണ്ട്. എങ്ങനെ ഒന്നുകൂടെ കാണിച്ചേ. അങ്ങോട്ട് പോകും. ഓക്കെ, സാധനമാണോ? നമുക്ക് പോയി നോക്കാം. എക്സ്പീരിയൻസ്. സോ അത്രയും മുകളിലോട്ടാണ് പോകുന്നത്. നമുക്ക് പോയി നോക്കാം. നമ്മൾ കേബിൾ കാറിൽ കയറാൻ പോകണം അല്ലേ കുട്ടി? നമ്മൾ കേബിൾ കാർ പോകാൻ പോവാണ്. പേടിച്ചിരുന്നോടാ. അടിപൊളി കേട്ടോ. സത്യം പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ. ഈ ടിക്കറ്റിൽ 4 സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് സ്റ്റേഷനും എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര സ്റ്റേഷൻ വേണമെങ്കിലും എടുക്കാം. ഒരു സ്റ്റേഷൻ പോയിട്ട് തിരിച്ചു വരുന്നത് 2 സ്റ്റേഷൻ ഒക്കെ ടിക്കറ്റ് അങ്ങനെ എടുക്കാം. നമ്മളത് കംപ്ലീറ്റ് 4 സ്റ്റേഷൻ്റെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവിടെ ഓരോ സ്റ്റേഷനിലും ടൈം സ്പെൻഡ് ചെയ്യാൻ, എന്നിട്ട് പിന്നെ രണ്ടാമത് പിന്നെയും പോവാം. അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ കേബിൾ കാറിൽ കളിക്കുകയാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ കേബിൾ കാറിൽ അല്ലേ? ആ ടോപ്പിലേക്കാണ് പോകുന്നത് നമ്മള്. അത് കഴിഞ്ഞിട്ട് ഇതാ ടോപ്പിലേക്ക് ഫസ്റ്റ് പോകുന്നത്. കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് 4 സ്റ്റേഷൻസ് ഉണ്ട് ടോട്ടല്. ഇത് നമ്മള് ഷഹദായിൽ കണ്ടേക്കാളും കിടിലൻ കേബിൾ കാർ. ഒരുപാട് ദൂരമുണ്ട്. വലിയ കേബിൾ കാറാണ്. ക്ലോസ്ഡ് ആണ്. ഇത്തിരി നേരം ഉണ്ട്. ഇത് കുറേ നേരം ഉണ്ട്. ഹെവി സാധനം, ഹെവി കേബിൾ കാർ. ടോപ്പിലേക്കാണ് പോകുന്നത്. എത്ര നേരം എടുക്കുന്ന അറിയാം. അടിപൊളിയാണ്. അടുത്താണ് ഞാൻ നോക്കിയായിരുന്നു എത്ര ഡിസ്റ്റൻസിലാണ്. നമുക്ക് അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ ആക്ടിവിറ്റീസിന്റെ ഒക്കെ അടുത്ത് നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം ട്രാവൽ ചെയ്യേണ്ടി വരില്ല. നമ്മളിങ്ങനെ കേറി മേളിലേക്ക് പോയ മേഘങ്ങള്. അയ്യോ, മേഘങ്ങളുടെ ഏറ്റവും ടോപ്പ് കടല് പോലെ തോന്നണല്ലേ? ആ, ഫുൾ മേഘാണ്. അയ്യോ, എന്താ ഭംഗി നോക്കി. കടലാണ്. ഏറ്റവും ടോപ്പിലെത്തി. അപ്പൊ നമ്മള് കേബിൾ കാറിന് ഫസ്റ്റ് സ്റ്റേഷനിലെത്തി. ഫസ്റ്റ് സ്റ്റേഷനിൽ കേട്ടാ ഫുള്ള് സ്നോ ആട്ടാ. സ്നോ വീണ്ടും ഇറക്കിയാണ്. കേബിൾ കാർ അവിടെ
ഒരു വില്ലേജ് ആണെന്ന് തോന്നുന്നു. വേണ്ട, നമുക്കിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാം, കിഡ്സിനൊക്കെ പ്ലേ ചെയ്യാൻ പറ്റി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. യെസ്, സ്നോ കണ്ട താന്നാ എടുത്തോ നീ, ഐസാണ്. ഈ ഒരു വ്യൂ നോക്കിയേ സഞ്ജു, ഫുൾ മേഘങ്ങൾ സിറ്റിയുടെ മേലെ വന്ന് വീണ് കിടക്കാണ്. നോക്കിയേ ശുക്കുട്ടി, നോക്കിയേ ഓന്റെ പൊന്നെ സ്നോ കണ്ടടാ ശുക്കുട്ടി, ഫോഗ് കണ്ട. വാവ്, എന്റെ പൊന്നെ ഈ ഒരു വ്യൂ ഒരു കിടിലൻ വ്യൂ ആണ് അല്ലേ സഞ്ജു? സ്ട്രീമാണ് പോകുന്നത്. സ്ട്രീം ഇങ്ങനെ പോയി അറ്റം വരെ പോകാനാണ്. രണ്ടാമത്തെ സ്റ്റേഷനിലോട്ട് പോവാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും കേരളമാണ് ഏറ്റവും നല്ലത്. ഗബാല വന്നിട്ട് ഏറ്റവും നല്ലത്. ഷഹദാഗിനേക്കാളും അവിടെ ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പൊ ഇവിടെ വന്ന് ചെയ്യാനായിട്ട് മാക്സിമം നോക്കിക്കോളൂ. ഇവിടെ നല്ല കിടിലൻ കേബിൾ കാറാണ്. കുറെ ഡിസ്റ്റൻസിലോട്ട് ഉണ്ട് താനും. 4 സ്റ്റേഷൻസ് ഉണ്ട്. 4 സ്റ്റേഷൻസ് പറഞ്ഞാൽ നല്ല ഡിസ്റ്റൻസ് ഇല്ല, നല്ല ഹൈറ്റിൽ പോയിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് നമുക്ക് അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. പിന്നെ ഓരോ സ്റ്റേഷനിലും കിഡ്സിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റെസ്റ്റോറന്റ് ഉണ്ട്, കഫേ ഉണ്ട്, എല്ലാം ഉണ്ട്. ഉപയോഗിക്കണം കാര്യങ്ങളും നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഓപ്ഷനാണ്. നമ്മൾ പോയി. Yes, we are going down. സ്നോ കാണുന്നുണ്ടോ? അവിടെയുണ്ട് സ്നോ. അവിടെ സ്നോ ഉണ്ട്. നിങ്ങളുടെ പ്ലാനിൽ ഗബാല 1 ഡേ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഇറങ്ങി നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വരാം. 4 hours എങ്കിലും നമുക്ക് ടൈം എടുക്കും. അഥവാ 2 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോകാനുള്ള സ്ഥലങ്ങൾ ഞാൻ ഓൾറെഡി ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 ഡേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വരാം. ഇവിടെ 4 സൈഡിലോട്ട് അല്ലെങ്കിൽ 4 സ്റ്റേഷനിലോട്ട് കേബിൾ കാർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്റ്റേഷനിലും കുറേ അധികം സമയം സ്പെൻഡ് ചെയ്യാനും അവിടെ കാണാനും ഉണ്ട്. അപ്പോൾ 1 ഡേക്ക് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ളത് അത്രയും ഉണ്ട്. തള്ളിക്കോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേഷൻ, മൗണ്ടെയിൻ സ്വിംഗ് ട്രാക്ക്. ഇതാണ് ഫേമസ് ആയിട്ടുള്ള തുഫ്താങ് മൗണ്ടെയിൻ റിസോർട്ട് ഹോട്ടല്. കേബിൾ കാർ മാത്രമല്ല, വേറെ ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ പറ്റും കേട്ടോ. ഇവിടെ സ്ക്വാഡ് ബൈക്കും അങ്ങനെ പല ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. റെസ്റ്റോറൻറ്റ്, ഷോപ്പ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുഡ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഇവിടെ. ഫോട്ടോ പോസി ആയി അടിപൊളി ശുക്കുട്ടി. പതുക്കെ കളിക്കണോ? അടിപൊളി. ഇശക്കുട്ടി ഇനി തിരിച്ചു പോകുമെന്ന് വിചാരിക്കണ്ട. ഈശക്കുട്ടി ജമ്പ് ചെയ്യണോ? ജമ്പ് ചെയ്തോട്ടെ, ജമ്പ് ചെയ്തേ ഇശക്കുട്ടി, ജമ്പ് ചെയ്തേ. ഓ അതിൽ ജമ്പ് ചെയ്യായിരുന്നു. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇവിടുത്തെ വാഷ്റൂംസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ലക്ഷറി വാഷ്റൂമാണ്. അതുപോലെ തന്നെ കിഡ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വാഷ്റൂം ഏരിയ ഉണ്ട്. അവിടെ തന്നെ കിഡ്സിന് കളിക്കാനുള്ള സൗകര്യവും ഉണ്ട്. കിട്ടുന്ന റെസ്റ്റോറൻ്റ് ആണ്, അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. കിടിലൻ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ റെസ്റ്റോറൻ്റ് ആണ്.
അതുപോലെ ഈ റിസോർട്ടിനകത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൻ്റെ ബാൽക്കണി തുറന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കിഡിലൻ വ്യൂ ആണുള്ളത്. അവിടെ ഒരു നമ്മൾ വരുന്ന വഴി തന്നെ കേബിൾ കാറിൽ വരുമ്പോൾ കണ്ട ആ പൂളില്ലേ, അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ആ പൂള് കാണാനും ആ ഒരു ഏരിയ കാണാനും ഭയങ്കര അടിപൊളിയാണ്. സ്റ്റേഷനിലേക്ക് പോവാണ്. സോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് 3ാമത്തെ സ്റ്റേഷനിലോട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി സ്ഥലമാണ് അല്ലേ? ഇവിടെ നമ്മള് മോളിൽ നിന്ന് കണ്ട ഒരു വീടുകളാന്ന് തോന്നുന്നു. സ്ട്രക്ചറൊക്കെ ഒരുപോലെ അല്ലേ എല്ലാ കെട്ടിടങ്ങളും ഇങ്ങനെ. 3ാമത്തെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഇവിടുന്ന് മേളിലേക്ക് 4ാമത്തെ സ്റ്റേഷനിലേക്ക് അവിടേക്ക് പോണേ നമ്മുടെ ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ പോകുന്ന ഈ 3ാമത്തെ സ്റ്റേഷനിൽ നമുക്ക് കാണാനും മാത്രമുള്ള കാഴ്ചകളൊന്നുമില്ല. ഇനി നമ്മൾ 4th സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാണ് അവിടെ ഫുള്ള് മഞ്ഞൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളത്. സോ ഫസ്റ്റും സെക്കൻഡും തേർഡ് സ്റ്റേഷൻസ് ആണ് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനും അവിടെ നല്ല വ്യൂ ഒക്കെ കിട്ടുന്നത് ആ ഒരു സ്റ്റേഷനിലാണ്. സോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷനിലോട്ടാണ്, 4ാമത്തെ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. ഇനി അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ആദ്യമേ വന്ന ഫസ്റ്റ് സ്റ്റേഷനിലോട്ട് തിരിച്ചും പോകും. സോ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ തിരിച്ച് അവിടെ റിട്ടേണും പോകാൻ പറ്റും. സോ നമുക്ക് 2 ടൈമും പോകാൻ പറ്റും. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇതിൽ പോവാം. മൾട്ടിപ്പിൾ ആയിട്ട് ഫുള്ള് ഫ്രീയാ. ഫുള്ള് ഫ്രീ ആണ്. ഓക്കെ, നമുക്ക് ഇറങ്ങാം. ഫുള്ള് സ്നോയാണ് അവിടെ. കണ്ടോ, ഫുള്ള് സ്നോയാണ്. നമ്മളിനി സ്നോയിൽ കളിക്കാൻ പോവാണ്. ഐസ് ഐസ് ഐസ്. രണ്ട് സഞ്ജു സ്ഥലം. യശുക്കുട്ടി മഞ്ഞൊക്കെ എടുത്തൊന്ന് എറിയണം മമ്മീനെ, അല്ലേടാ യശുക്കുട്ടി? മഞ്ഞൊക്കെ വാരി. നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അല്ലേ? ഈ ഹെയർ ആണോ ആവശ്യക്കുട്ടി? ഇഷ്ടായ ഉമ്മ? ഓക്കെ. നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് അല്ലേ? ഇവിടുന്ന് തിരിച്ചു പോവാൻ തോന്നില്ല, അതുപോലത്തെ സ്ഥലമാണ്. ഫുള്ള് സ്നോയാണ്. മൗണ്ടൈനൊക്കെ ഒരു രക്ഷയില്ല.
പോടാവുന്നു കാറ് വേണം. അടിപൊളിയാണോ? കുട്ടി താഴേക്ക് നോക്കണോ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അവൾക്ക് തൊപ്പിയും വേണ്ട, തലയിലൊന്നും വേണ്ട, അവൾക്ക് ജാക്കറ്റ് ഒന്നും വേണ്ട, ഊരി കളയാണ്. വേണ്ട ഇത്രയും തണുപ്പില്. വെരി പവർഫുൾ അല്ലേടാ? നമ്മളിവിടെ അസർബൈജാന്റെ കറൻസിനെ പറയുന്നത് മനാത്ത് എന്നാണ്. പിന്നെ അതിന് AZM അങ്ങനെ എന്തോ ആണ് പറയുന്നത് കറൻസി. അപ്പോൾ നമ്മൾ മനാത്ത് വരുമ്പോ ഇവിടെ നമ്മളിപ്പോ കേബിൾ കാർ ചെയ്തതിന് 46 മനാത്താണ് വരുന്നത്. ഒരു മനാത്ത് 2 പേർക്ക് കൂടെ, കൊച്ചിന് ഫ്രീ ആണ്. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്ക് കൂടെ 46 മനാത്താണ് കേബിൾ കാറിന് വന്നത്. അത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്തോ ഇപ്പൊ എന്തോ. പിന്നെ ഒരു മനാത്ത് എന്ന് പറയുന്നത് ഏകദേശം 2.15 സംതിങ് എന്തോ ദറംസ് ആണ്. ഇത്ര ഇരട്ടിയാണ് അതിന്റെ ദിർഹം വരുമ്പോ. അതാണ് ഇവിടുത്തെ കറൻസിയുടെ സംഭവം വരുന്നത്. നോട്ട് ലാസ്റ്റ് സ്റ്റേഷൻ, തേർഡ് സ്റ്റേഷൻ. അടിപൊളി, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കേബിൾ കാറാണ്. നമ്മള് ജോർജിയയിൽ ചെയ്ത പോലെ ഒന്നല്ല, പെട്ടെന്ന് കഴിയില്ല. ഇത് കൊറേ സ്റ്റേഷൻ, ഒരു സൈഡ് മാത്രമേ എത്ര ഉണ്ടാവുള്ളൂ. അതും ഇത്രയും ലോങ് പോലും ഇല്ല. അതെ, ഇത് ഒരുപാട് ദൂരേക്കാ പോകുന്നത്. വിചാരിക്കണ പോലെ നല്ല ഹൈറ്റിലാണ്, നല്ല ഹൈറ്റിലാണ് ഇതുള്ളത്. ജോർജിയയിലൊക്കെ അത്ര വലിയ ഹൈറ്റിലോട്ടില്ല, പിന്നെ അത്ര ഡിസ്റ്റൻസ് ഇല്ല. പക്ഷെ ഇവിടെ നല്ല ടോപ്പിലേക്കൊക്കെ പോകും, മഞ്ഞിന്റെ ടോപ്പിലോട്ടാണല്ലോ പോകുന്നത്. അത് സ്നോയും കൂടി ആകുമ്പോ ഒരു രക്ഷയില്ല, പൊളി വൈബ് തന്നെ. അടിപൊളി. നമുക്ക് ഭാഗ്യമുണ്ട്, രാവിലെ ഭയങ്കര ഫോഗായിരുന്നു. ഇപ്പൊ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും സണ്ണിയൊക്കെ ആയി. അപ്പൊ ഞങ്ങളുടെ ഗൈഡും പറയാ നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, ദൈവമേ സണ്ണ് വരണേ എന്ന്. നമുക്ക് 2 ദിവസം ഭാഗ്യത്തിന് സണ്ണ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഡേ വന്നു കഴിഞ്ഞപ്പോ അസർബൈജാനിലൊക്കെ റെയിൻ ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ദൈവമേ എന്താവോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ പോകുന്ന വഴിയിലൊക്കെ ഫോഗാണ്, നമ്മള് വഴിയിലൊക്കെ കണ്ടില്ലേ ഫുള്ള് ഫോഗും കാര്യങ്ങളും. അപ്പൊ ഇവിടെ വരുമ്പോഴും അങ്ങനെ തന്നെ ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാനോ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റില്ല, ഫോട്ടോ എടുക്കാനോ ഒന്നിനും പറ്റില്ല. പക്ഷെ ഇത് നമുക്ക് ഭയങ്കര ഭാഗ്യമായി സത്യം പറഞ്ഞാൽ. നമ്മള് വന്നപ്പോ ഫോഗ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ നല്ല ഫോഗായി. മേഘം കാണുന്നില്ല. അതെ അതെ, അറ്റത്തായിട്ട്. എന്റെ അമ്മച്ചി എന്തൊരു ഹൈറ്റിലല്ലേ? ഹൈറ്റ് പേടിയുള്ളവർ അങ്ങനെ പേടിക്കാനും മാത്രം ഒന്നുമില്ല കേട്ടോ. നല്ല ഹൈറ്റിലാട്ടോ അത്, വിചാരിക്കണമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. പക്ഷെ പോയല്ലേ പറ്റൂ. വൈകുന്നേരം ആണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ബക്കൂനിൽ നിന്ന് നമ്മൾ തിരിച്ച് അബുദാബിയിലേക്ക് പോവാണ്. പക്ഷേ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് പോവാനേ തോന്നുന്നില്ല, അത്ര അടിപൊളിയാണ്. അപ്പോൾ ഇനി ബക്കൂലേക്ക് 4 മണിക്കൂറിലധികം സമയം നമ്മൾ കാറിൽ ഇരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൈഡിന് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ അടുത്ത് പോകുന്ന വഴിയുള്ള മുസ്ലിം പള്ളിയുടെ അവിടെ നിർത്തി നമ്മളും പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ തൊട്ടടുത്തൊരു ഷോപ്പും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ബ്ലാക്ക് ടീ ഒക്കെ വാങ്ങിച്ച് കുടിക്കാനൊക്കെ ആയിട്ട് നിന്നു. ആ ഏരിയ കാണാനും നല്ല ഭംഗിയുണ്ട്. പോരാത്തിന് നല്ല തണുപ്പിൽ ബ്ലാക്ക് ടീ ഒക്കെ കിട്ടുമ്പോൾ ആഹാ പൊളിയില്ലേ. തിരിച്ചു പോകുമ്പോ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതല്ലേ സഞ്ജു? ഇവിടെ ഡക്കിനാണ്ടപ്പോ ഇവിടേക്ക് വന്ന കുട്ടി. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടരാണ്. ഞങ്ങളുടെ ഗൈഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ത്രൂ വാട്സപ്പ്. പിന്നെ കുറേ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു, അല്ല കമൻറ്റ് ചെയ്തിരുന്നു അസർബൈജാൻ സേഫ് ആണോ ഇപ്പോൾ പോകാനായിട്ടെന്ന്. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അസർബൈജാൻ പോകാം. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഫൈനലി നമ്മൾ ബാക്കു എയർപോർട്ടിലേക്ക് എത്തി. കുറേ അധികം ട്രാഫിക് ഉണ്ടായിരുന്നു ബാക്കുവിലേക്ക് എത്തുമ്പോഴേക്കും.
അങ്ങനെ ഫൈനലി എത്തി. സോ ഗൈസ്, അപ്പം നമ്മൾ തിരിച്ച് ബാക്ക് ടു ദുബായ്. ദുബായ് അല്ല, നമ്മൾ അബുദാബിക്കാണ് പോകുന്നത്. പിന്നെ വേണം അവിടെ നിന്ന് ദുബായിക്ക് പോകണം. നല്ല കാറ്റുണ്ട് കേട്ടോ. അബുദാബി എയർപോർട്ടിൽ എത്തും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദുബായ് പോകണം. ഓക്കെ, കണ്ടു. നമ്മൾ അബുദാബി എയർപോർട്ട് തിരിച്ചെത്തി. യെസ്, തിരിച്ചെത്തി ഗൈസ്. നമ്മൾ ബക്കൂന്ന് നേരെ വീട്ടിലേക്ക്. അങ്ങനെ ഗബാലയുടെ ട്രിപ്പിൽ ഞങ്ങൾക്ക് കുറേ നല്ല ഫോട്ടോസുകളൊക്കെ കിട്ടി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ 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 എവ്രി വൺ.